നമസ്കാരം. ഇവിടെ നൃത്തയോഗ തുടങ്ങിയിട്ട് ഏപ്രിൽ 6-ാം തീയതിയാണ് തുടങ്ങിയത്. അതെല്ലാവരിലേക്കും നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അത് അങ്ങനെ അറിഞ്ഞ് കുറേ 10-25 പേര് ചേർന്ന് അവർ 3 സോങ് പഠിച്ചു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആരോഗ്യപരമായിട്ടും മെൻ്റലി അവരെ വളരെ അധികം മാറ്റം വന്നിട്ടുണ്ട് ഇത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം. അത് ഞങ്ങൾ ഇന്ന് ഒരു റീൽസ് പോലെ എടുത്തിട്ട് എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതിൽ നമ്മൾ ചെയ്യുന്നത് യോഗയും നൃത്തവും സമന്വയിപ്പിക്കലാണ്. രണ്ടും നൃത്തം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് മോഹിനിയാട്ടം സ്റ്റൈലാണ്. അതും യോഗയും ഏകദേശം ഒരേപോലെ സ്ലോ ആയിട്ട് വരുന്ന വളരെ സാവധാനം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സ്വാസ്ഥ്യം എല്ലാവർക്കും കിട്ടുക, നല്ലൊരു മൈൻഡ് ഫുൾനെസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവരിലേക്ക് എത്തിച്ചത് നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. വേദനകൾ, പിന്നെ മസിൽ പെയിൻസൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കൃഷ്ണൻ ടീച്ചറുടെ ശ്രീകല ടീച്ചറുടെ ഒരുപാട് സപ്പോർട്ടുകൾ നമ്മൾക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഇത് ചെയ്യാനും ഒരുപാട് സന്തോഷമാണ്. ഇവിടുത്തെ എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും ഇത് വളരെ ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും, എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അത് മാറുന്ന ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് അവിടുന്ന് നൃത്തയോഗേൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന് ഒരുപാട് നമ്മൾ നന്ദി പറയേണ്ടത് കൃഷ്ണൻ ടീച്ചറോടും ഇതിൻ്റെ യോഗ ട്രെയിനറായ ശ്രീകല ടീച്ചറോടാണ്. ഒരുപാട് സന്തോഷം. ഇനിയും ഇത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വന്ന് ചേരട്ടെ എന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും ഞാൻ ആശംസിക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 2 പ്രാവശ്യം ലിഗമെൻ്റ് സ്ലിപ്പ് വന്നതായിരുന്നു, 2 മുട്ടിനും ഓരോ പ്രാവശ്യമായിട്ട്. അപ്പോൾ അതിൽ നല്ല ഫ്ലെക്സിബിലിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വലത് മുട്ട് ഇപ്പോൾ ഏകദേശം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേതും അതുപോലെ ഞാൻ നിർത്താതെ, മുട്ട് വേദന വരുന്നുണ്ടെങ്കിൽ പോലും നിർത്താതെ ചെയ്യുന്നുണ്ട്. ടീച്ചർ അതിനുള്ള നിർദ്ദേശങ്ങളും തരുന്നുണ്ട്. ശ്രീകല ടീച്ചർ, അതായത് മുട്ടിന് പ്രശ്നമുള്ളപ്പോൾ ഏതൊക്കെ ചെയ്യരുത്, ഇതൊക്കെ ചെയ്യാം, ഏത് നല്ലത്. യോഗ മാത്രമല്ല നൃത്തയോഗി രണ്ടും കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ എനിക്ക് തോന്നുന്നു. ഇത് തുടങ്ങിയിട്ട് ഇപ്പം ഏപ്രിൽ 6-ാം തീയതി തുടങ്ങിയത്. ഇപ്പം 3 സോങ് പഠിച്ചു. അപ്പോൾ ജൂലൈ 22-ന് ഇവർ ഗുരുവായൂരിൽ ഈ സംഭവം ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കൂടിയാണ് ഇവിടെ ഇന്ന് ഒരു റിഹേഴ്സൽ, ഫൈനൽ റിഹേഴ്സൽ ചെയ്യുന്നത്. അതുകൂടി പറയുന്നു. താങ്ക് യു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതുപോലെ ആത്മാവിൻ്റെയും ഒരു വികസന ആണ് യോഗ. പിന്നെ ഈ യോഗയിലേക്ക് എനിക്ക് എത്തിച്ചാൽ, ഞാൻ യോഗ ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 3-4 വർഷം മുമ്പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് സാധിച്ചിട്ടില്ല. ഇങ്ങനെ വാട്സപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു നൃത്തയോഗ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്, മയൂര നൃത്തവേദിയുടെ കീഴിൽ കൃഷ്ണവേണി ടീച്ചറാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും അവിടെ എത്തുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ എത്തുമ്പോൾ എനിക്ക് യോഗ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു മുൻവിധി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി, യോഗ ചെയ്യുന്നതിനേക്കാളും ഞാൻ ആദ്യം കണ്ടത് അവിടെയുള്ള ഒരു അന്തരീക്ഷമാണ്. ടീച്ചർക്ക് ആ നൃത്തത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയുള്ള ഒരു ഹാള്. പക്ഷേ എന്തോ അതിനകത്തേക്ക് കയറുമ്പോൾ ഉള്ള ഒരു പോസിറ്റീവ് എനർജി എന്നെ വല്ലാതെ, എന്തോ നൃത്തം പഠിക്കണമെന്നും എനിക്ക് അവിടെ തന്നെ കുറേ സമയം ചിലവഴിക്കണം എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അങ്ങനെ ദിവസവും ഞാൻ അവിടെ കൃത്യസമയത്ത്, ഞാൻ ജോലി ചെയ്യുന്നതാണ്, സ്കൂളിൽ നിന്ന് 6 മണി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും യോഗ ക്ലാസ്സിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ്. എങ്ങനെ ഞാൻ ഒരു 6:30 ആകുമ്പോൾ അവിടെ എത്തുന്നു. ഒരു 8 മണി വരെ ഞാൻ എല്ലാ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എല്ലാം വിട്ട് എൻ്റെ ഒറ്റൊരു ചിന്ത യോഗ, അത് എൻജോയ് ചെയ്യുക, അതെൻ്റെ കൂടെ പഠിക്കുന്ന അവരോട് കൂടിയുള്ള ആ ഒരു ജീവിതം, അതെനിക്ക് അനിർവചനീയമാണ്. എന്താണെന്ന് പറയാനറിയില്ല, അത്രയും കൂടുതൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്.